അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ-3 കപ്പലുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ ശക്തമാക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകി. കപ്പൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. മുൻ MP TN പ്രതാപൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ-3 കപ്പലിന്റെ ഉടമസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നിലവിലെ നിയമങ്ങളും രാജ്യാന്തര കൺവെൻഷനുകളും അനുസരിച്ച് എന്തു നടപടികൾ സ്വീകരിക്കാമെന്ന് സർക്കാർ അറിയിക്കണമെന്നും കപ്പൽ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കോടതി ചോദ്യമുന്നയിച്ചു. കപ്പൽ അപകടത്തിൽപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മുൻ MP TN പ്രതാപൻ നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരുടെ ഇടപെടൽ. മറ്റൊരു കപ്പലിന് തീപിടിച്ച സാഹചര്യത്തിൽ ഇക്കാര്യം കൂടി ഉൾപ്പെടുത്തി ഹർജി ഭേദഗതി ചെയ്ത് നൽകാനും കോടതി നിർദ്ദേശം നൽകി. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്കൊപ്പം ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം നടത്താവുന്നതാണോ എന്ന് പരിശോധിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹർജി വീണ്ടും പരിഗണിക്കുന്ന 19-നകം സർക്കാർ മറുപടി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മെട്രോ 7. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,